എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒരു കാർ സ്റ്റീരിയോ ഉപയോഗിച്ചിട്ട് എങ്ങനെ പാട്ട് കേൾക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഈ ഒരു കാർ സ്റ്റീരിയോ നമ്മൾ മേടിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. ഡുൽക്കറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു കാർ സ്റ്റീരിയോ ആണിത്. ഏകദേശം ഒരു 2100 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഒരു കാർ സെറ്റാണിത്. ഒരു കാർ സ്റ്റീരിയോ നമ്മുടെ വീട്ടിൽ കൊടുത്ത് പാട്ട് കേൾക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഏത് സാധാരണക്കാർക്കും വളരെ ഈസി ആയിട്ട് തന്നെ കൊടുക്കാം. അതിൻ്റെ ഫുൾ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു സാധാരണക്കാരന് വരെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു കാർ സ്റ്റീരിയോയുടെ പ്രത്യേകത. വലിയ പാടൊന്നുമില്ല. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. മാത്രമല്ല നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും പിടിക്കാം. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നമുക്ക് അത് തുടർന്നുള്ള വീഡിയോയിൽ പരിഹരിക്കാൻ വേണ്ടി ഉള്ള ഒരു നിർദ്ദേശമായി എടുക്കുന്നതായിരിക്കും. ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് വീഡിയോ തുടങ്ങുകയാണ്. ഈ ഒരു കാർ സ്റ്റീരിയോയിൽ നമുക്ക് മൊത്തം 4 സ്പീക്കർ കൊടുക്കാം. അതിൻ്റെ ഫുള്ള് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 220 വാട്ടാണ്. അത്രയും വാട്ട്സുള്ള ടോട്ടൽ വരുന്ന സ്പീക്കറാണ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ കാർ സ്റ്റീരിയോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു കാർ സ്റ്റീരിയോയുടെ കൂടെ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടുന്നു എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന കോഡ് ഇതിനകത്ത് സ്പീക്കർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്ര വയർ കണ്ടാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളാണ്. ഇത് ഇതിൻ്റെ പവർ സപ്ലൈ കൊടുക്കാനാണ്. ഇതും വലിയ പാടുള്ള കേസൊന്നുമല്ല. വളരെ സിമ്പിളാണ് നമുക്ക്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഒരു നല്ല ക്വാളിറ്റിയുള്ള റിമോട്ട് തന്നെയാണ്. ഈ റിമോട്ട് ഉപയോഗിച്ച് നമുക്കിത് ഫുള്ള് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയുള്ള റിമോട്ട് തന്നെയാണിത്. നിലത്തെ അടയിലൊന്നും ഒരു കുഴപ്പവുമില്ല. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഒരു നല്ല അടിപൊളി പെട്ടിക്കുള്ളിൽ വരുന്നത് ഇവനാണ്. ഇതിൻ്റെ ഹെഡ് ഇതിലാണ്. ഇതിൻ്റെ സകല സ്വിച്ചുകളും മറ്റ് USB കുത്തുന്നതും വോളിയം കൂട്ടാനും കുറയ്ക്കാനുമുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പീസിലാണ് വരുന്നത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ കാർ സ്റ്റീരിയോയിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മുടെ കാർ സ്റ്റീരിയോ. ഇത്രയും ഐറ്റംസാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇത് കണക്ട് ചെയ്യാനുള്ള ഫുൾ കാര്യങ്ങൾ ഈ കാർ സ്റ്റീരിയോയിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ ഒരു കാർ സ്റ്റീരിയോയുടെ ബോഡി മറ്റു കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. നമുക്കങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ഒന്നും പറയാനില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ഹെഡ് ഇതിനകത്ത് വളരെ ഈസി ആയിട്ട് തന്നെ ലോക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതവിടെ ലോക്കായി കഴിഞ്ഞാൽ പിന്നെ ഊരിപ്പോരില്ല. ഇനി നമുക്ക് ഇവൻ്റെ കണക്ഷൻ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് കണക്ടർ നമ്മൾ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിനകത്തുള്ള ഓറഞ്ച് വയറും മഞ്ഞ വയറും കൂട്ടിപ്പിരിക്കുന്നു. അതാണ് നമ്മുടെ പോസിറ്റീവ്. പിന്നെ ഇതിനകത്ത് കാണുന്ന ബ്ലാക്ക് വയറാണ് ഇതിൻ്റെ നെഗറ്റീവ്. നമുക്കിവിടെ കാറ് ഓണാക്കുമ്പോഴാണ് സാധാരണ ഈ കാർ സ്റ്റീരിയോ ഓണാവുന്നത്. പക്ഷേ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ആ 2 വയറും കൂട്ടിപ്പിരിച്ചു കൊടുക്കുന്നു. അത്രയുമേ ഉള്ളൂ. നമുക്കിതിൻ്റെ ഫുൾ കണക്ഷനും മറ്റു കാര്യങ്ങളും ഇതിൻ്റെ കൂടെ കിട്ടുന്ന പേപ്പറിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാർ സ്റ്റീരിയോയുടെ അനുസരിച്ച് ചിലപ്പോൾ ഈ വയറിൻ്റെ കളറിലൊക്കെ മാറ്റമുണ്ട്. അത് നിങ്ങൾക്ക് അതിൻ്റെ പുറത്തൊട്ടിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് വഴി മനസ്സിലാക്കാൻ സാധിക്കും. പവർ സപ്ലൈക്കായിട്ട് നമുക്കിവിടെ SMPS അല്ലെങ്കിൽ നമുക്ക് 12 വോട്ടിൻ്റെ ഒരു ബാറ്ററി ഉപയോഗിക്കാൻ സാധിക്കും. നമുക്കിവിടെ ഒരു സോളാർ പാനൽ ഉപയോഗിച്ചിട്ടും ഈ ഒരു കാർ സ്റ്റീരിയോ വർക്ക് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഒരു ചെറിയ 7AHൻ്റെ ബാറ്ററിയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോവാണ്ട് നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാർ സ്റ്റീരിയോ ഓണാവും. ഈ ഒരു കാർ സ്റ്റീരിയോ നമ്മൾ റിമോട്ടിൽ ഓണാക്കണം. അല്ലെങ്കിൽ ഇതിനകത്ത് ടൈം മാത്രമേ കാണിക്കുകയുള്ളൂ. നമ്മൾ ഇതിൻ്റെ കണക്ഷൻ
പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോവാണ്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ സേഫ്റ്റിക്കായിട്ട് ഒരു ഫ്യൂസ് വെച്ചിട്ടുണ്ട്. അതാണ് അവിടെ കാണുന്ന ഒരു ചുവന്ന കളറിൽ കാണുന്ന ഡിവൈസ്. DC-യിൽ ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോവാണ്ട് കൊടുക്കണം എന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാൻ സാധിക്കും. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രം. ഈ ഒരു കാർ സ്റ്റീരിയോയുടെ ഫ്രണ്ട് പാനലിൽ നമുക്ക് പലവിധ കളറിലുള്ള ലൈറ്റുകളും ഉണ്ട്. രാത്രിയിൽ നമ്മൾ പാട്ട് കേൾക്കുന്ന സമയത്ത് ഈ LED-കൾ ഫുള്ളായിട്ട് ഓഫ് ചെയ്ത് വയ്ക്കാനും സാധിക്കും. നമ്മൾ ഇവിടെ SMPS അല്ലെങ്കിൽ 12 വോട്ടിൻ്റെ ബാറ്ററി തന്നെ യൂസ് ചെയ്യണം. അതല്ലാണ്ട് ചെറിയ 12 വോട്ടിൻ്റെ അഡാപ്റ്ററൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആംബിയർ വളരെ കുറവായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വർക്കിങ്ങിൽ അത് വളരെയധികം ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പഴയ കാർ ബാറ്ററിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ SMPS അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ആംബിയർ കിട്ടുന്ന ഒരു ഡിവൈസ് ഉപയോഗിച്ച് കണക്ഷൻ കൊടുക്കുക. നമുക്കിപ്പോൾ ഒരു കമ്പ്യൂട്ടർ റിപ്പയറിംഗ് കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് SMPS ഒക്കെ സെക്കൻഡ് ഹാൻഡൊക്കെ നിസ്സാര പൈസയ്ക്ക് കിട്ടുന്നതായിരിക്കും. ഒരു കാർ സ്റ്റീരിയോ ഉപയോഗിച്ചിട്ട് നമ്മൾ രാത്രിയിൽ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് പാട്ട് കേൾക്കുമ്പോൾ, അത് വോളിയം കുറച്ച് പാട്ട് കേൾക്കുമ്പോൾ സ്പീക്കറിൽ നിന്ന് യാതൊരുവിധ വേറെ സൗണ്ടുകളും മറ്റു കാര്യങ്ങളും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് പാട്ട് കേൾക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഈ കുറഞ്ഞ ആമ്പൊക്കെ ഉപയോഗിച്ചിട്ട് കേൾക്കുമ്പോൾ വോളിയം കുറച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ മൂളിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ കാർ സ്റ്റീരിയോയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇനി സ്പീക്കർ കൊടുക്കുന്നത് നോക്കാം. സ്പീക്കറിൻ്റെ കണക്ടർ നമ്മൾ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിനകത്ത് പച്ച കാണുന്നത് ഒരു സ്പീക്കർ, നീല കാണുന്നത് ഒരു സ്പീക്കർ, അങ്ങനെ ഓരോ കളർ അനുസരിച്ച് ഓരോ സ്പീക്കറിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് 4 സ്പീക്കർ കൊടുക്കാം. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും സ്പീക്കറൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ, അതായത് കാർ ചാർജറിൽ കമ്പനി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് കൊടുക്കുക. ഇതാണ് ഞാൻ എൻ്റെ റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പോസിറ്റീവും നെഗറ്റീവും വയറും സ്പീക്കറുകളൊക്കെ കണക്ട് ചെയ്തു. അത് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ കണക്ട് ചെയ്തിട്ട് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ എങ്ങനെ എത്ര ക്വാളിറ്റിയിൽ കേൾക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ട് നോക്കാം. കോപ്പിറൈറ്റ് വരാൻ ചാൻസുകളുണ്ട്. നമ്മൾ മ്യൂസിക് കോപ്പിറൈറ്റ് ഇല്ലാത്ത മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവരും ക്ഷമിക്കുക.